നമസ്കാരം. അസ്സലാമു അലൈക്കും. ഇന്ന് 24 ജൂലൈ 2025. അപ്പോൾ ഇന്ന് മറ്റൊരു സംഭവം കൊണ്ടാണ് വരുന്നത്. അതായത് ഞാൻ മനഃപൂർവ്വം ഒരു കുറ്റുണ്ടാക്കി എന്നല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എല്ലാവരെക്കുറിച്ചൊന്നും മോശം പറയില്ല, എനിക്കതിൻ്റെ ആവശ്യവുമില്ല. പിന്നെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മാത്രമായിരിക്കും ഞാൻ എപ്പോഴും പറയുക. ഇപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കൊച്ചിയിൽ നിങ്ങളുടെ കുട്ടികളെ വിദ്യാഭ്യാസത്തിന് അയക്കരുത്, അവിടുത്തെ ഹൈക്കോടതിയിൽ നിങ്ങൾ പോകരുത്, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ. അത് മൊത്തത്തിൽ എല്ലാവരോടുള്ള ഉറപ്പല്ല. അവിടെ ചില ആളുകൾ വളരെ മോശമായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ചില ഓഫീസുകളൊക്കെ വളരെ മോശമാണ്. സർക്കാരിൻ്റെ ശമ്പളം ഇവർക്ക് കൊടുക്കുന്നത് തന്നെ തെറ്റാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കണ്ടെത്തിയിട്ട് ഒരുപാട് ഓടി നടന്നിട്ടാണ് ഈ കാര്യത്തിൽ എത്തിപ്പെട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നല്ല ചിന്തിക്കണം. അവിടെ നല്ല ആളുകളൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്, അതുണ്ടാവുമല്ലോ. ഇപ്പം ഇന്ന് ഞാൻ ഒരു 920 ഫോൺ നമ്പറിൽ നിന്ന് ഒരു കംപ്ലയിൻറ്റ്, അത് സാധാരണ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും ഇംഗ്ലീഷ് മരുന്നിന് എതിരായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ തട്ടിപ്പ്, അതായത് നേഴ്സിംഗ് വിദ്യാർത്ഥികളെ കൊണ്ടുപോയി ലൈംഗികമായി വിദ്യാർത്ഥികളാക്കി ഇവർക്ക് ഉയർന്ന ജോലി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവരുടെ ലിംഗം ഒരു കൈകാര്യം ചെയ്യാണ്. അതായത് ഇവിടുത്തെ ഹിന്ദുക്കളെ മറികടക്കുകയാണ് ഇവർ ചെയ്യുന്നത്. മെഡിക്കൽ ബോർഡിൽ ഭൂരിഭാഗം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നിലവിൽ അങ്ങനെ. അതുപോലെ നിങ്ങളുടെ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത് നിങ്ങളെ കൊല്ലുക. ഇതൊരു പുതിയ അനുഭവമൊന്നുമല്ല. നമ്മുടെ തിരുവനന്തപുരം RCC ഇവിടെ എല്ലാ ജാതി ജനങ്ങളും വേണം എന്നുള്ള അഭിപ്രായമാണ്. ഞാൻ നസ്രാണികൾക്ക് എതിരൊന്നുമല്ല, നസ്രാണികൾക്ക് ഒരിക്കലും ഞാൻ എതിരല്ല, അങ്ങനെ നിങ്ങൾ ധരിക്കുകയും ചെയ്യരുത്. പക്ഷേ ഈ കള്ളത്തരം ചെയ്യുന്ന ഏത് വാപ്പയാണെങ്കിലും നമുക്കത് പറഞ്ഞേ പറ്റും. അത് ഞാൻ തന്നെയാണെങ്കിലും. ഞാൻ മുസ്ലിം സമുദായത്തിനെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ടല്ലോ. എന്നാൽ ഇവിടുത്തെ എന്താ നായന്മാരെയും മറ്റുള്ളവരും പറയാത്ത? പേടിച്ചിട്ടൊന്നുമല്ല, അതിൻ്റെ തെളിവില്ലായിട്ടാണ്. പേടിച്ചിട്ടൊന്നുമല്ല, തെളിവില്ലായിട്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. പേടിയൊന്നുമല്ല, തെളിവ് വേണം. ഇതിന് പറയണമെങ്കിൽ നല്ല ശക്തമായ തെളിവില്ലാണ്ട് നമുക്ക് ഒരാളെക്കുറിച്ച് ഒന്നും പറയാൻ സാധിക്കില്ല. അതും അത്രയും വലിയ തെളിവായിരിക്കണം. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഈ ബൈബിള് മെഡിക്കൽ തട്ടിപ്പ് എന്ന് മാത്രമല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ പറഞ്ഞിരുന്നു, ചെറിയൊരു കമൻ്റ് ഇട്ടിട്ട് ഇത് പറഞ്ഞാണ്, ഞാൻ എൻ്റെ പ്രധാനമന്ത്രിയുടെ കൂടെ, അതിന് യാതൊരു വിട്ടുവീഴ്ചയും നിങ്ങൾ നോക്കണ്ട. അപ്പോൾ PC ജോർജ് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യണമല്ലേ? എനിക്ക് നസ്രാണികളോട് വിരോധം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെയാണോ ചെയ്യുക? അതുപോലെ വേറെ എത്ര ആൾ, തോമസ് ഐസക്ക്, വ്യക്തിപരമായിട്ട് എനിക്ക് അയാളോട് യാതൊരു എതിർപ്പുമില്ല. അത് മന്ത്രി എന്ന സ്ഥാനത്തിലൊന്നുമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു നസ്രാണികളെ കുറിച്ചൊന്നും ഞാൻ അടക്കി പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, നിങ്ങളത് മനസ്സിലാക്കണം. അപ്പോൾ ഇവരൊരു മൂലക്കെട്ട സൂക്കട് ഒരുപാട് കാലമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് കണ്ടത് പറഞ്ഞു, എനിക്ക് ഇവിടുത്തെ വിദ്യാർത്ഥികളെ, ഞാൻ ഇരിക്കുന്നത് ടെക്നോളജിക്കൽ മേഖലയാണ്. അതായത് 4850 തരം മരുന്ന് കണ്ടുപിടിച്ചതും കോടിക്കണക്കിന് ആളുകൾ കറണ്ട് ഉപയോഗിക്കുന്നതിൻ്റെ നല്ലൊരു ഭാഗവും 2 ഭാഗവും കൈകാര്യം ചെയ്തിട്ടുള്ള, അത് വകുപ്പ് കൈകാര്യം ചെയ്യല്ല, അത് ഉണ്ടാക്കാൻ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അത് ശരിക്കും ചിന്തിക്കണം. എന്ന് വെച്ചാൽ കോടിക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ഒട്ടനവധി സാധനങ്ങൾ. കേരളത്തിലെ കുറച്ച് മാർക്സിസ്റ്റ് പാർട്ടി മുമ്പന്മാരെ എന്നോട് മോശം ചെയ്തുകൊണ്ട് ഈ നാടിൻ്റെ ചെറ്റത്തരം ഫുള്ളായിട്ട് അവരെ കയ്യിലാണെന്ന് അവരെ ധരിക്കേണ്ട. അതിന് പകരം പണിയെടുക്കും ഞാൻ. മനസ്സിലായില്ലേ? നമ്മൾ പരസ്പര ബഹുമാനവും ദയയും ദശാവും എല്ലാവരോടും ചെയ്യണം. ദയ വേണം, ദശാവ് വേണം, ബഹുമാനം വേണം. നമ്മൾ അയൽവാസിയെ നമ്മൾ ദ്രോഹിക്കരുത്, നമ്മളെ അയൽവാസിയെ ദ്രോഹിക്കരുത്. ഇവിടുത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ നിങ്ങളുടെ കുട്ടികളെ ഡോക്ടറാവാനും നേഴ്സിംഗ് ആവാനും ഈ അമ്മമാരുടെ തരം താഴ്ന്ന വിവരക്കട. അവരുടെ വീട്ടിലുള്ള ചില ആളുകൾ, ഭർത്താവ് അല്ലെങ്കിൽ കുട്ടികൾ, ഇവർ അംഗവൈകല്യം, മന്ദബുദ്ധി, അതിൽ ഓട്ടിസം ബാധിച്ചത്, ഷുഗർ രോഗി ആവാൻ ഇവിടുത്തെ പെണ്ണുങ്ങൾ തന്നെ കാരണം. എനിക്കത് പറയണം, മുൻകരുതലാണ് ഈ സാധനം. ഞാൻ ഈ പറയുന്നത് ഇവരെ ദ്രോഹിക്കാനുള്ളതല്ല, ഗ്രഹിച്ച് ചിന്തിച്ച് അതിൽ നിന്ന് മാറി നിൽക്കാനാണ്. അപ്പോൾ ഈ അമ്മയുടെ ബുദ്ധി ഒന്ന് ശരിയാക്കിയെടുത്താൽ ഇവരെ ഈ കൊള്ളകളൊക്കെ നിൽക്കും. അതാണ് ഞാൻ പറയുന്നത്. അതുമാത്രമല്ല, നിങ്ങളുടെ ഒരു പെൺകുട്ടിയും ഇവിടെ ഭർത്താവില്ലാണ്ട് ജോലിക്ക് പോയി സ്വന്തം കാലിൽ നിൽക്കാമെന്ന് പറഞ്ഞ് ഈ വീട്ടമ്മമാർക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നാണക്കേട്. കാരണം നിങ്ങളുടെ മാതിരി ഒരു അമ്മ പ്രസവിച്ച ആൺകുട്ടികളാണ് അപ്പുറത്തുള്ളത്. അവരുടെ ഭാര്യമാരാണ് ഈ അഴിഞ്ഞാടി പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അവർക്ക് ഭാര്യയായിരിക്കേണ്ടവർ. അത് ശരിക്കും ന്യായപ്രകാരം നിങ്ങൾ നോക്കി നോക്കുക, തെറ്റല്ലേ അത്? അത് മാത്രമല്ല, പിന്നെയുണ്ട് കാര്യം. ഒരു കുടുംബം, അവൻ അതിലുണ്ടായിട്ടാണ് ഇവിടെ കൈപ്പക്കയും പച്ചമുളകും സാധനങ്ങളും ഉണ്ടാക്കി അവൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് കുറച്ച് പൊതുമാർക്കറ്റിൽ തരുന്നത്. അത് പൈസ കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പലതും ഗുണങ്ങൾ ചെയ്യണം.
അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഇവൻ ഇങ്ങനെ രാത്രി അർദ്ധപാതിരക്ക് വന്നിട്ട് പലപ്പോഴും ഇത് ഒന്നും മാത്രമല്ല, ഗ്രൂപ്പായിട്ടൊക്കെ എറണാകുളത്ത് നിന്ന് നിന്നിട്ടുള്ള എല്ലാ ആളുകളെയൊന്നും ഞാൻ പറയുന്നില്ല, ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെക്കുറിച്ച് മാത്രമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല, ഹൈക്കോടതിയുടെ ഫലം നാട്ടുകാർക്ക് കിട്ടണമെങ്കിൽ ഞാൻ ഈ പറയുന്നതൊക്കെ ഉൾപ്പെടുത്തി ലെവലായിരിക്കണം. ഇവർ പക്ഷേ ഞാൻ ഈ 2026 ജനങ്ങൾ കൈ പൊതിച്ച് വോട്ട് ചെയ്ത് രംഗത്ത് വന്നാൽ നിയമപരമായതും സ്കൂൾ പരമായതും അതുപോലെ തന്നെ ഇവരുടെ പെൻഷൻ കാര്യത്തിലും കറണ്ടിൻ്റെ കാര്യത്തിലൊക്കെ ശക്തമായ തീരുമാനങ്ങളുണ്ടാവും. അത് എടുക്കുകയും ചെയ്യും. എടുക്കാമെന്ന് മാത്രമല്ല, അത് നടപ്പാക്കി കാണിക്കും. കാരണം ചങ്കുറ്റമുള്ള ഒരു മുഖ്യമന്ത്രി എന്താ ചെയ്യുക, അതൊക്കെ കാണിക്കും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ 3-4 കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരും. അതായത് ഏതെങ്കിലും ഒരു BJP-കാരൻ, എനിക്കതിൽ വ്യക്തിപരമായിട്ട് അറിയുന്ന ആളുകൾക്കാണെങ്കിൽ നേരിട്ട് സ്വാഗതം, ഒരു അഡ്ജസ്റ്റ്മെൻറ്റും അവർക്കെതിരെ പറയില്ല. അത് മാത്രമല്ല, നരേന്ദ്രമോദി, ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി, അദ്ദേഹത്തിനെ ഞാൻ എന്നും ബഹുമാനത്തോടെ കാണുന്നു. മുൻകാലത്ത് ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കിട്ടിയിട്ടുള്ള ഈ നുണ പറച്ചലിൻ്റെ മുകളന്നാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. മുൻകാലത്ത് ഞാൻ കുറേ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? അത് തെറ്റിദ്ധാരണയുടെ പുറത്താണ്. അപ്പോൾ അത് ക്ഷമിക്കുക, അല്ലാണ്ട് വഴിയില്ല. പക്ഷേ അതിന് ഞാൻ പശ്ചാത്താപിക്കുന്നു. കാരണം അത്രയും മോശങ്ങളാണ് ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ മറ്റുള്ള ആളുകൾ കുത്തിവെക്കുന്ന വിഷം. അതായത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന കലാപങ്ങൾ എന്താണെന്നും എങ്ങനെയാണെന്നും ഇത് ആരാണ് ഉണ്ടാക്കുന്നതെന്നും വ്യക്തമായിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. അതിൻ്റെ വ്യക്തമായ രേഖയാണ് ഇവിടെ പറയണത്. എൻ്റെ ഇവിടെ ഇത് പറഞ്ഞത് പതീൽ അബൂബക്കർ എന്നൊക്കെയാണ് ഞാൻ പറയാറ്. പതീൽ അബൂബക്കർ ഐസിമയമ്പട്ടി തകരാറ് ചെയ്ത് എൻ്റെ 888,000 മില്യൺ കോടി രൂപയുടെ നാശനഷ്ടമുണ്ടാക്കി. ഇത് പൊതുജനങ്ങൾക്ക് ഉപകരിക്കേണ്ട പല കാര്യങ്ങളായിരുന്നു. ശ്വാസം മുട്ടലിന് അല്ലെങ്കിൽ അറ്റാക്കിൻ്റെ 500 രൂപയുടെ മരുന്ന് ദരിദ്രവാസികൾക്ക് കിട്ടേണ്ട ഒരു സാധനമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഞാൻ എന്താ പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കണം. ഈ ലോകത്ത് ഇല്ലാത്തൊരു സാധനം. ഞാൻ 4850 തരം സ്വന്തമായിട്ട് മരുന്ന് കണ്ടുപിടിച്ച് അത് 100% 200% വിജയിച്ച ഒരു സാധനം. 100% വിജയിപ്പിക്കുക എന്ന് പറഞ്ഞത് ലോക ചരിത്രത്തിൽ നടക്കാത്തൊരു കാര്യമാണ്. നിങ്ങളത് ചിന്തിച്ച് നോക്കണം. ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ട് ചില വിഷയങ്ങളിൽ ഞെട്ടിപ്പോയിട്ടുണ്ട്. എന്താണ് എൻ്റെ ബുദ്ധി ഇങ്ങനെയെന്ന് എനിക്കെന്നെ ചിന്തിക്കാൻ പറ്റാത്ത, മനസ്സിലായില്ലേ? ആരോടും കാണാതെ, അതും പട്ടിണി കിടന്നിട്ട്, അത് ആലോചിച്ച് നോക്കണം. പട്ടിണി കിടന്നിട്ട്, കാലങ്ങളോളം പട്ടിണി കിടന്നിട്ട്, പൊളിഞ്ഞേരിയ വീട്ടിലുണ്ടായിട്ട്, എന്നിട്ടാണ് എനിക്കിതൊക്കെ കണ്ടെത്തേണ്ടി വരുന്നത്. നേരെ മറിച്ച് വലിയ മാളികയിലുള്ളതിൽ ഇതാ ഇപ്പോൾ 2 ദിവസം മുന്നേ ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിച്ചെന്ന് വിചാരിച്ചു. ഇവരങ്ങനെ തന്നെ നുണ പറഞ്ഞ് പറ്റിക്കായില്ല. ഇവരെ ഈ പറ്റിക്കലിൻ്റെ പിന്നാലെ കൂടാൻ ഒട്ടനവധി തീവ്രവാദികൾ കൂടെ നിൽക്കുക. അതുകൊണ്ട് മെഡിക്കൽ സംവിധാനം കംപ്ലീറ്റ് പൊളിഞ്ഞേ പറ്റൂ. അതുപോലെ തന്നെ വീട്ടമ്മമാരുടെ ഈ മനസ്ഥിതി മാറ്റിയില്ലെങ്കിൽ വലിയ അപകടമാണ്. നിങ്ങളുടെ മാതിരി ഒരു അമ്മ പ്രസവിച്ച തന്നെയാണ് ഇവിടുത്തെ ആൺകുട്ടികൾ. 100% ആൺകുട്ടികൾക്ക് ഭാര്യമാരില്ലാണ്ട് പോകുന്നു. അതിന് പറ്റില്ല. അവരുടെ രാഷ്ട്രീയം വേറെ ആയിരിക്കും, അവൻ്റെ ജാതി വേറെ ആയിരിക്കും, അല്ലെങ്കിൽ അവൻ കൃഷിപ്പണിയായിരിക്കും, സർക്കാർ ജോലി ഉണ്ടാവില്ല. അതൊന്നും എൻ്റെ മുന്നിൽ പറയാൻ പറ്റില്ല. ഇവർക്ക് 100% ഞാൻ മുഖ്യമന്ത്രി ആയിരുന്ന 100% തൊഴിൽ സാധ്യത കൊണ്ടുവരിക തന്നെ ചെയ്യും എല്ലാ വാർഡിലും. ഈ തൊഴിൽ സാധ്യത എന്ന് പറഞ്ഞാൽ ആകാശത്തൊന്നുമല്ല, ഇവിടെ ഓരോ പഞ്ചായത്തിൻ്റെ ഓരോ വാർഡിൽ അതിനെ കൃഷി സ്ഥലം ഉപയോഗിക്കാണ്ട് കഴിയുന്ന അത്ര ആത്മാർത്ഥതയോട് കൂടിയിട്ട് 95% കൃഷി സ്ഥലം കൃഷിക്കായിട്ട് ഉപയോഗിക്കാനുള്ള തീരുമാനം. സ്ഥലം കൃഷിക്കായിട്ട് തീരുമാനിക്കുക. അതിൽ മറ്റുള്ള ഒന്നും കൊണ്ടുവരില്ല. പിന്നെ ഉപയോഗിക്കുന്നത് മലഭൂമി മാത്രമാണ്. അതൊന്നും വല്ലാണ്ട് നിരപ്പാക്കിയുള്ള കളിയൊന്നും കളിക്കില്ല, മനസ്സിലായില്ലേ? ഇതിൻ്റെയൊക്കെ എന്താ, അതുപോലെ എല്ലാ പുഴയിൽ നിന്നും മണൽ പോരും. കറണ്ടിൻ്റെ സംവിധാനം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 25,000 രൂപ തുല്യ പെൻഷൻ സമ്പ്രദായം കൃഷിക്കാർക്ക് നടപ്പാക്കാൻ കഴിയുമോ എന്ന് വ്യക്തമായി ചിന്തിക്കും. ഒക്കെ ഈ 5 കൊല്ലം കഴിയുമ്പോഴത്തേനേ ആവുള്ളൂ. ഇത് 5 കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല. കാരണം ഒരു ഓർഡർ ഇട്ടുകൊണ്ട് മാത്രം പോരാ, അതിനുള്ള മറുസൈഡിൽ അതിൻ്റെ സാധനം കൂടി കാണണം. അതിനുള്ള വരുമാനം ഉണ്ടാക്കണം അവിടെ. എന്നിട്ട് വേണം ഇത്തരത്തിൽ ചെയ്യാൻ. 100% ആളുകൾക്ക് ജോലി ഇവിടെ ഉണ്ടെങ്കിൽ 100 രൂപ, 500 രൂപ, 1000 രൂപ ആയിരിക്കും ഡെയിലി വേജസ്, ഓരോ ദിവസം കൂലി. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ജോലി ഉണ്ടെങ്കിൽ അവരുടെ അത്യാവശ്യം ഈ പിച്ചക്കാസിൻ്റെ ഇരക്കലും മദ്യപാനവും ലോട്ടറി ടിക്കറ്റും നിന്നാൽ നമുക്ക് ഒട്ടനവധി കാര്യത്തിലെത്തും. GST വരും. അത് എനിക്കും നിങ്ങൾക്കും തന്നെ വലിയ ഗുണമാണ്. GST വെറുതെ വരുന്നതൊന്നുമല്ല, അവരുടെ ഈ തിരിച്ചടക്കുന്ന കാശിൽ നിന്ന് രേഖാമൂലം ഇത്
അവനക്ക് കിട്ടുന്ന കാശ് ബാങ്കിൽ വരണം. ഓരോരുത്തൻ്റെ കാശും ഫോൺ വഴി ബാങ്കിൽ വരണം. ബാങ്കിൽ വരുമ്പോൾ തന്നെ ബാങ്കിനോട്, റിസർവ് ബാങ്കിനോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. റിസർവ് ബാങ്ക് വളരെ വ്യക്തമായിട്ട് ചെയ്യണം. ഇവൻ ശരിക്ക് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേയെ പൈസൻ്റെ നമ്പർ അടിക്കാണ്ട് അവർക്ക് പൈസ പോകുന്ന സമ്പ്രദായം ആരാണോ ഉണ്ടാക്കുന്നത് അവരെ കണ്ടെത്തണം. മിനിഞ്ഞാന്ന് എനിക്കിതുപോലെ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. ഒറ്റയടിക്ക് എൻ്റെ ഫോണ് മെമ്മറി ഫുള്ളായിട്ട് സോഫ്റ്റ്വെയർ കഴിഞ്ഞതുകൊണ്ട് ഫുള്ളായി കിടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യുന്ന സംവിധാനം എടുക്കുന്ന അതിന് ഒറ്റയടിക്ക് 136 രൂപ അതിലുണ്ടായിരുന്നത് പിടിച്ചു പോയി. ഇവരാണ് ഞാൻ വേറെ ഒന്നിലേക്കും കൊടുത്തില്ല. ഞാൻ വീണ്ടും അത് സാധനം ചെക്ക് ചെയ്ത് ഇനിയിപ്പോൾ ബുക്കിലിട്ടാൽ എനിക്കത് ഏത് കമ്പനിയിലേക്കാണ് പോയി നിൽക്ക് കിട്ടും. മനസ്സിലായില്ലേ? 136 രൂപയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ നല്ലോണം നിങ്ങൾ ഓരോ ആളുകളും ചിന്തിക്കുക. പിന്നെ ഈ പരസ്പരം ഈ ചെളി വാരി എറിയുക, മോശമാക്കുക, അനാവശ്യം പറയുക, ഇതൊക്കെ ഒഴിവാക്കണം. നിങ്ങളോട് വ്യക്തിപരമായിട്ട് ഞാൻ എന്താണോ ചെയ്തത്, ഈ കൈ കൊണ്ട് എന്താണോ ചെയ്തത് അത് മാത്രം. ഞാൻ ഇങ്ങനെ വന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ PC ജോർജ്, അതുപോലെ നമ്മുടെ ശശികല ടീച്ചർ ഇവരൊന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നും വരില്ല, ലാഭം ഉണ്ടാവും. അതായത് ഗ്രഹിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും ഓരോ ആളുകൾക്കും. ഇപ്പോൾ നമ്മുടെ വീട്ടമ്മമാരെ കുറിച്ച് വെള്ളാപ്പള്ളി, ഞാൻ വെള്ളാപ്പള്ളി എന്നല്ല അദ്ദേഹത്തിനെ പറയാത്ത, ഇത്തരം ഒരു ബഹുമാനമുള്ളൊരു മനുഷ്യൻ തന്നെയാണ്. വെള്ളാപ്പുള്ളി എന്നാണ് ഞാൻ പറയാറ്, വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം ഇത്തവണ പറഞ്ഞത് ഇവിടെ ഹിന്ദുക്കളായ വീട്ടമ്മമാർ ചെയ്യേണ്ട സാധനം തന്നെ. നിങ്ങളെ വൈദ്യ തട്ടിപ്പ്, നിങ്ങൾക്ക് ഒരു പ്രസവിക്കാൻ പറ്റാണ്ടാക്കി തീർത്തത്, നിങ്ങളുടെ കുട്ടികളെ വൈകല്യം ഉണ്ടാക്കിയത് ഇവിടുത്തെ ആശുപത്രി സംവിധാനമാണ്. അതിൽ STPIയുടെ ബന്ധമുണ്ടായിരുന്നു, ചില ലീഗുകാരുടെ ബന്ധമുണ്ട്, ഇതുപോലെ ചില നസ്രാണികളുണ്ട്. എവിടെ കൊള്ളയുണ്ടോ അവിടെ നസ്രാണി തട്ടിപ്പ് കൂടുതലുണ്ട്. അപ്പോൾ ആ സംവിധാനത്തിൽ മാറ്റം വരുത്തണോ വേണ്ടയോ എന്ന് നിങ്ങൾ ചിന്തിക്കാം. അതേ സ്ഥാനത്ത് നസ്രാണിയിൽ 90% മണ്ണിൽ അധ്വാനിക്കുന്ന നല്ല മനുഷ്യന്മാർ, അവർക്കെതിരെ ഞാൻ യാതൊന്നും പറയില്ല, എന്നോട് നോക്കുകയും ചെയ്യണ്ട. മണ്ണിൽ കഠിനാധ്വാനം, അല്ലാണ്ട് ചെറിയ പണിയൊന്നുമല്ല അവർ ചെയ്യണം, വലിയ പണി ചെയ്യുന്നുണ്ട്. ഒരു ലേശം വിവരം കൂടി അവർക്ക് ഇക്കാര്യത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരിവിടെ ആരാവുന്നത് നിങ്ങൾ കരുതി വലിയ ചുറ്റുപാടിലേക്ക് വരും. കുറച്ച് വിവരം കൂടി, ആ വിവരത്തിൻ്റെ കുറവുണ്ട്. അവർ വലിയ വിദ്യാഭ്യാസമുണ്ട്, വലിയ കഴിവുണ്ട്. പക്ഷേ ഈ പക്വത മനോഭാവം, മറ്റുള്ളവൻ്റെ സത്യങ്ങൾ, അതുപോലെ അതിൽ യാഥാർത്ഥ്യമുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള അങ്ങനെ കുറച്ചൊരു വിവരം കൂടി അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ ചുറ്റുപാടിലവർ വരും. ഇത് പടച്ചോൻ ചെയ്യുന്ന പണിയാണ്, എൻ്റെ പണിയൊന്നും അല്ല അവരുടെ തലച്ചോറിൽ ഇത് പറ്റുക. അപ്പം ഞാൻ നസ്രാണികൾക്ക് എതിരല്ല. അതുകൊണ്ട് ഒറ്റപ്പെട്ട അനുഭവത്തിൽ എന്നെ കയറിയിട്ട് നിങ്ങൾ തകരാറ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ വലിയ സംവിധാനമുള്ളതാണ് എൻ്റെ കയ്യിൽ. ഒരു പക്ഷേ എനിക്ക് അങ്ങനെ ഒന്ന് ചെയ്യേണ്ടി വന്നാൽ നിങ്ങളുടെ ഒരു പരിപ്പും നടക്കില്ല. നസ്രാണികളോട് കൂടത്തോളം പറയാറ്, ഞാനത് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങൾ വിരോധികളും അല്ല. 90% നസ്രാണികൾ നല്ലവർ തന്നെയാണ്, അതിന് യാതൊരു തർക്കമില്ല. അവിടെ അതിൻ്റെ അർത്ഥം മുസ്ലിങ്ങളല്ല. ഒരു 4-5 മുസ്ലിങ്ങൾ കേടായതുകൊണ്ട് ലോകത്തെ മുസ്ലിങ്ങൾ മൊത്തം കേടായി എന്ന അർത്ഥമൊന്നുമില്ല. ആ കാര്യമൊന്നും അല്ല ഈ പറഞ്ഞത്. അത് ഞാൻ പലപ്പോഴും പറയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. പിന്നെ തോന്നിവാസങ്ങൾ ചെയ്യാൻ എൻ്റെ ഈ വിരൽ ഉപയോഗിക്കരുത്. ഞാനിവിടെ ഒരാളെ കൊണ്ടും ഇപ്പോൾ പല കാര്യങ്ങളുണ്ട്. നിമിഷപ്രിയയുടെ കേസിൽ നോക്കാം. അത് ഇന്ത്യക്കാരി ആയതുകൊണ്ടാണ് അവർക്ക് തുടക്കത്തിൽ 2-3 കാര്യങ്ങൾ സപ്പോർട്ടും അതിൻ്റെ നിയമവശവും എടുത്തു വെച്ചത്. അതിന് ഒമാൻ്റെ കാര്യം പറയേണ്ട ആവശ്യം എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം മാറ്റി വെച്ചിട്ട് പറയുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളതും അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ ഇസ്രായേലിൻ്റെ കാര്യം പറയാൻ കാരണം, ഇസ്രായേൽ ആര് പറഞ്ഞിട്ടും അനുസരിക്കാണ്ട് ലോകത്തുള്ള മുഴുവൻ കുട്ടികളെയും നശിപ്പിക്കാനുള്ള സംവിധാനം ചെയ്തതുകൊണ്ടാണ്. അതിന് ഇസ്രായേലിനെതിരെ തന്നെ ഒരുപാട് തവണ ഓട്ടോമാറ്റിക് ദുആ തന്നെ ചെയ്തിട്ടുണ്ട്. അതെന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നസ്രാണികളെ നശിപ്പിക്കാനല്ല, അങ്ങനെയല്ല, ഇവനെ ഈ സാധനത്തിന് മാത്രം. ഒന്നുകിൽ അവനക്ക് പഠിച്ച നല്ല ബുദ്ധി കൊടുക്കുക, അതല്ലെങ്കിൽ നല്ല ബുദ്ധി അവർക്ക് കൊടുത്തിട്ട് കഴിയില്ലെങ്കിൽ ഇവനെ വേണ്ട. കാരണം ഇവൻ യാസർ അറഫാത്തിനോട് ചെയ്തതും സദ്ദാം ഹുസൈനോട് ചെയ്തതും, അതിന് സൗദി അറേബ്യ പോലുള്ള രാഷ്ട്രങ്ങൾ ഈ കള്ളന്മാർക്ക്, അതായത് കേരളത്തിലെ മുസ്ലിങ്ങളും മുസ്ലിം നേതാക്കൾ, അല്ലെങ്കിൽ അതിനെ ഈ തീവ്രബന്ധമുള്ളവർ കംപ്ലീറ്റ് ഇദ്ദേഹത്തിന് ഈ അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ട് കൊല്ലാനിടയായ സാഹചര്യം, അത് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. മറ്റുള്ളതൊന്നും പറയില്ല. ഇതിൻ്റെ ഇടയിൽ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിരുന്നു, KR നാരായണൻ ഇവിടുത്തെ രാഷ്ട്രപതിയായിരുന്നു. മെഡിക്കൽ ബോർഡ്, ഡൽഹിയിലെ രാഷ്ട്രപതിയുടെ ഓഫീസിൽ മെഡിക്കൽ ബോർഡ് തട്ടിപ്പായത് കാരണം അദ്ദേഹത്തിന് ചികിത്സ കിട്ടിയില്ല. ഇപ്പോൾ VS കാര്യം ഞാൻ പറഞ്ഞു. VS ഒരാളുടെ കാര്യം മാത്രമല്ല,
അതിൽ ഇത്രയും വലിയ സ്ഥാനത്തിരിക്കുന്ന പോലെ ഇതുപോലെ ഒപ്പിക്കാൻ അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർ പാവപ്പെട്ടവരോട് എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനേ കഴിയില്ല. നിങ്ങളത് അങ്ങനെ ഒന്ന് ചിന്തിക്കണം. നിങ്ങൾ മുഖ്യമന്ത്രി, രാഷ്ട്രപതിനൊക്കെ കൂളായിട്ട് കൊന്ന് നശിപ്പിക്കുന്നു. അത് പല രാഷ്ട്രപതി, ഷിയാബുലഖനെ, അതുപോലെ തന്നെ പിന്നെ പിന്നെ ഹുസ്നി മുബാറക്ക് പിന്നെ കള്ളനായി, ഞാനതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതേ സ്ഥാനത്ത് പിന്നെ സദ്ദാം ഹുസൈൻ, യാസർ അറഫാത്ത്, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഖത്തറിൻ്റെ അമീർ സ്വന്തം മകനെ ഉപയോഗിച്ച് തകരാറ് കളഞ്ഞു. ഇതൊക്കെ വളരെ മോശമാണ്, വളരെ മോശമായ സ്ഥിതിയാണ്. ആരാണ് ഇതിൻ്റെ പിന്നിലെങ്കിലും ഇതിൽ മുസ്ലിം വ്യക്തികൾക്ക് കടുത്ത സഹായമില്ലാണ്ട് ഈ പണികൾ ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. കാരണം ഇതൊക്കെ പറയുമ്പോൾ ഈ പോലീസ് വകുപ്പിനായിട്ട് ചെറിയൊരു ബന്ധങ്ങളൊക്കെ എനിക്കുണ്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. വേറെ ഒരു ബന്ധം അല്ല ഈ സാധനം, മനസ്സിലായില്ലേ? പോലീസ് വകുപ്പിനെ ഒന്ന് നേരം പോലെ ഉപയോഗിച്ചാൽ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇതിൻ്റെ മൂക്കാരെ പിടിച്ച് നന്നായിട്ട് കൈകാര്യം ചെയ്യും. അത് നല്ല കൈകാര്യമായിരിക്കും. ഒരു കുറ്റവാളി രക്ഷപ്പെടില്ല. അതേ സ്ഥാനത്ത് ഒരു തവണ അവനക്ക് പറയാനുള്ള അവസരം ഉണ്ടായത് എങ്ങനെയാണെന്ന്, അതിൽ നിരപരാധിയാണെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അതിൻ്റെ കാരണം അവൻ പറഞ്ഞാൽ ഈ ഭാഗങ്ങൾ ശരിക്കൊരു അന്വേഷണം നടത്തും. നിരപരാധിയായ സ്പോട്ടിൽ വിട്ടോളണം. പിന്നെ കളിയില്ല, തെറ്റും പറയണം അതിന് മുന്നിൽ. അവർക്ക് എന്തൊക്കെ നാശനഷ്ടം, എന്തൊക്കെ തരാറുണ്ടെങ്കിൽ അത് പോലീസ് തന്നെ തൽസ്ഥാനത്ത് എത്തിക്കണം. പോലീസിന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾ പൊറുക്കണം എന്ന് പറഞ്ഞിട്ട് തെറ്റ് തന്നെ പറയണം. അതിന് യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റും അക്കാര്യത്തിന് ചെയ്യുന്നില്ല. കാരണം അതിൻ്റെ സംഭവം അങ്ങനെയാണ്. നിരപരാധികൾക്ക് ഒരിക്കലും നമ്മളതിൽ റൂളില്ല. അത് ജുഡീഷ്യറി ആണെങ്കിലും ശരി, കോടതികളാണെങ്കിലും ശരി, നിരപരാധിയാണെന്ന് പറഞ്ഞാൽ ആ ജഡ്ജി എണിച്ച് നിന്ന് അദ്ദേഹത്തെ ബഹുമാനിക്കണം. ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്, തിരുത്താൻ ആവശ്യമായ നടപടികൾ എടുക്കും. അതുകൊണ്ട് പിന്നെ ഇക്കാര്യത്തിന് എന്താണ് താങ്കൾക്ക് നഷ്ടം എന്ന് വിചാരിച്ചാൽ ബന്ധപ്പെട്ട വകുപ്പ് അത് മണിക്കൂർ കൊണ്ട് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞൊരു തീരുമാനം ഇടണം. അത് കൊടുക്കുകയും വേണം, മനസ്സിലായില്ലേ? ഇതെൻ്റെ ഒരു സാധാരണഗതിയല്ല. കാരണം ഒരുപാട് നിരപരാധികളെ ഇത്തരത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കിങ്ങനെ പറയേണ്ടി വന്നത്. ഇത് മുസ്ലിം സമുദായം നേരിട്ട് കൈകാര്യം ചെയ്യേണ്ടത് ഒന്നായിരുന്നു, എന്നിട്ട് എന്താ അവർ ചെയ്യാൻ? അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക. അതാണ് എനിക്ക് ഈ കാര്യത്തിന് പറയാനുള്ളത്. എന്നെ കുറ്റവാളിയാക്കുന്നതിൻ്റെ മുമ്പേ ഞാൻ നിങ്ങളോട് ചെയ്ത തെറ്റെന്താണെന്നും കൂടി കണക്കാക്കണം, മനസ്സിലായില്ലേ? അതിനെക്കുറിച്ച് വേണം ചെയ്യാൻ. പിന്നെ ഞാൻ എൻ്റെ രാഷ്ട്രത്തിനൊപ്പേ നിൽക്കും, മനസ്സിലായില്ലേ? എൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതിന് യാതൊരു അപ്പീലും ആരും വിചാരിച്ചാലും കഴിയില്ല, നടക്കില്ല. കാരണം അതൊരു വിശ്വാസം മാത്രമല്ല, കഴിയുന്ന സഹായവും ചെയ്യും, മനസ്സിലായില്ലേ? പ്രധാനമന്ത്രി ഒരുപാട് കഴിവുള്ളതാണ്, BJPക്കാർക്ക് നല്ല കഴിവുള്ളവരാണ്. എന്നാലും ചില ഭാഗങ്ങളിൽ, ചില വിഷയങ്ങളിൽ അവർക്ക് പിന്നെ തെറ്റായ വഴിയിൽ കൂടെ സഞ്ചരിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് നാം പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കും. അതെന്താ കാരണം? നല്ല ക്ലിയറായ വഴി കൂടെ സാധനം പോകണം, ക്ലിയറായ വഴി കൂടെ പോകണം. നമ്മളെ ഭരിക്കുക എന്നത് നിസ്സാര കാര്യമല്ല, അതൊരു വലിയ കാര്യമാണ്. മാത്രമല്ല, ഒരു കൃഷിക്കാരന് 6000 രൂപ വെച്ചിട്ട് ഒരു കൊല്ലത്തിൽ ആലോചിച്ച് നോക്കണം. നമ്മളിതൊന്നും തീരെ കാണാത്തൊരു സാധനമാണ്. അതുമാത്രമല്ല, നമ്മുടെ വകുപ്പിന് ചെയ്യാൻ പറ്റാവുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കൊള്ളക്കാർ കൊണ്ടുപോയിട്ട് അടിച്ചു മാറ്റുന്നതാണ്. ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട കണ്ണൂർക്കാരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നിട്ട് വെറും കയ്യേറ്റ് വന്നിട്ട് ഇന്ന് കോടീശ്വര പദവിയിലെത്തി. അതിൻ്റെ നിജസ്ഥിതിക്ക് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ലേശം കഴിവുണ്ടായിരുന്നുവെങ്കിൽ അത് മണിക്കൂർ കൊണ്ട് പിടിച്ചകത്താക്കാറുണ്ട്. അതിന് ആ സംവിധാനം അതങ്ങനെയാണ്. കളവ് നടത്തുന്ന ആരായാലും പിടിക്കാനുള്ള സംവിധാനം വേണം, അല്ലാണ്ട് നടക്കില്ല. കളവ് നടത്തരുത്, കളവ് നടത്താനുള്ള അല്ല അത് സാധനം. അതുപോലെ PWD റോഡ് കരാറിന് പിന്നെ അവർക്ക് പണിയെടുക്കുന്നവന് ഇത്ര പണിയെടുത്താൽ ഇന്ന മാതിരി എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ശമ്പളം അവർക്ക് നിശ്ചയിക്കുക, എന്നിട്ട് അത് വെക്കുക, എന്നിട്ട് ഈ കളവ് ഇല്ലായ്മ ചെയ്യുക. ഇങ്ങനെ ഒട്ടനവധി നല്ല ഭാഗങ്ങളെ റോഡുണ്ടാക്കുമ്പോൾ അഴുക്കിച്ചാലും അതിൻ്റെ മൂടി ഉണ്ടോ എന്ന് ശരിക്കും പരിശോധിക്കുക. അഴുക്കിച്ചാലും മൂടി വരുന്നതിൻ്റെ മുന്നിൽ വാട്ടർ ലൈനിൻ്റെ വെള്ളം 2 സൈഡിൽ കൂടി കടന്നു പോകണ്ടോ എന്ന് പരിശോധിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ ഒരുപാട് വിജയത്തിലായി. ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ പോരാ, അത് കുറ്റമറ്റതായിരിക്കണം. അതായത് ഏതെങ്കിലും കംപ്ലൈൻറ്റ് വരുന്ന ഒരു സാധനം പൊതുജനത്തിന് എടുക്കരുത്. അത് ഒറ്റപ്പെട്ട വ്യക്തികൾക്ക് ചെയ്യാം, അല്ലാണ്ട് ഗവൺമെൻറ് എന്ന വാക്ക് അത് ഗവൺമെൻറ് തന്നെയാണ്. അതായത് എല്ലാത്തിലും മികച്ച് എന്ന് വെച്ചാൽ ഇവിടെ അണ്ടനും അടകോടനും നല്ലവനും കെട്ടവനും മോശനും വേശിയും കുഷ്ഠരോഗിയും പിന്നെ
അങ്ങനെ അല്ലാത്ത രോഗിയും ബുദ്ധിമാന്മാരും ശാസ്ത്ര വിഭാഗങ്ങളും പെയിൻറ്റിങ് വർക്കുകാരും മുടിവെട്ടുകാരും തുണി തുന്നലും ഒക്കെ പാടെ കൂടിയതാണ് ഒരു ഗവൺമെൻറ്. ആരും മറക്കരുത്. ഒരു ഗവൺമെൻറ് പറഞ്ഞാൽ ആരൊക്കെ ഇതിൽ വന്നു എന്ന് നോക്കണം. ഞാൻ ഈ പറഞ്ഞത് അന്തിമ തീരുമാനമൊന്നുമല്ല. അതിന് പിന്നെ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ കുഷ്ഠരോഗി, പിച്ചക്കാരൻ എന്ന് മാത്രമല്ല, പല രോഗികൾ, ശരീരം വിറ്റ് മക്കളെ പോറ്റുന്ന അമ്മമാർ, ഇത്തരത്തിലുള്ളതൊക്കെ ഇതിൽ വരാനുണ്ട്. അപ്പോൾ എന്നോട് എല്ലാവരും ക്ഷമിക്കണം. 20 മിനിറ്റായിട്ടുണ്ട്. അത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അസ്സലാമു അലൈക്കും.